എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ OTT റിലീസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മാരുവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയായിരുന്നു. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങി ഒരുപാട് പേര് മാരുവിലും ഗോപുരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഇറങ്ങി കുറേ നാളായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ദിലീപ്, നീതാപിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോയത്. എന്നിട്ടും തങ്കമണിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറയുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് തങ്കമണി ഈ മാസം OTTയിൽ എത്താൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ, ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീക്കാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. നല്ലൊരു കോമഡി മൂവിയായിരുന്നു വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ മനോരമ മാക്സിൽ സിനിമയുടെ OTT വരാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും തമനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTT ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ബാന്ദ്ര സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം നേരത്തെ തന്നെ ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. കമ്മീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഈ മാസം ലാസ്റ്റ് വീക്കിൽ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് വാസന്തി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു മലയാള സിനിമയാണ്. സ്വാസികയാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് വാസന്തി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മനസ വാജ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ദിലീഷ് പോത്തനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. മനസ വാജ എന്ന സിനിമ ഓഗസ്റ്റ് മാസത്തിലാണ് OTT റിലീസ് ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ഡൊമിനിക്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTT കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഗോകുൽ സുരേഷ് സിനിമയിലുണ്ട്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡൊമിനിക് റിലീസായിട്ട് മാസങ്ങളായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം ഡൊമിനിക്കിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ വീക്കിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് ബസൂക്കയുടെ OTTക്ക് വേണ്ടിയാണ്. സിനിമ ഇതുവരെയും റിലീസായിട്ടില്ല. C5 നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. മമ്മൂട്ടി തിരിച്ചു വരാത്തത് കൊണ്ടാണ് ബസൂക്ക റിലീസാക്കാത്തത്. സാധാരണ ഒരു സിനിമ റിലീസാവുമ്പോൾ അതിലെ നായകന്മാർ കമ്മീസൂൺ എന്നൊരു വീഡിയോ പുറത്തുവിടാറുണ്ട്. മമ്മൂട്ടിയെ കൊണ്ട് ആ വീഡിയോ ചെയ്യിക്കാനാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മമ്മൂട്ടി തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ബസൂക്ക C5ൽ റിലീസാകും. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ബസൂക്ക C5ൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് പെരുമാനി നേടിയെടുത്തത്. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം പെരുമാനിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് പെരുമാനി സിനിമ റിലീസിനെത്തുന്നത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി ഈ വീക്കിൽ തന്നെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എവറേജ് അഭിപ്രായമാണ് JSK സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അനുപമ പരമേശ്വരൻ, സുരേഷ് ഗോപിയാണ് JSK സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വക്കീലായിട്ടാണ് സുരേഷ് ഗോപി സിനിമയിലെത്തിയത്. പക്ഷേ സിനിമ ഫ്ലോപ്പ് ആവുകയും ചെയ്തു. ഇപ്പോഴത്തെ JSK സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 15-ന് സ്വാതന്ത്ര്യ ദിനത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായം തന്നെയാണ് സർക്കിട്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ട് സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. സർക്കിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒരു ചെറിയ കഥയാണ് സർക്കിട്ട് സിനിമയിൽ പറഞ്ഞു പോയത്. ആസിഫ് അലി ആയിരുന്നു സർക്കിട്ട് സിനിമയിലെ നായകൻ. സർക്കിട്ടിന് വേണ്ടി ഒരുപാട് പേര്
പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം സർക്കിറ്റിന്റെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സർക്കിറ്റ് സർപ്രൈസ് ആയിട്ട് ഇറങ്ങുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അടുത്ത വീക്കായിരിക്കും സർക്കിറ്റ് OTT റിലീസ് ചെയ്യുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ശാന്തമി രാത്രിയിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എസ്തേറാണ് സിനിമയിലെ നായിക. ഇതൊരു ഫ്ലോപ്പായ സിനിമയാണ്. ഈ ഒരു മലയാള സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസമാണ് സിനിമയുടെ റിലീസ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.